ഹലോ ഹായ് കൂട്ടുകാരി. അപ്പോൾ അതാ കുറച്ച് ദിവസത്തിന് ശേഷം മലക്കറി കാഴ്ചകളൊക്കെ കണ്ടു. ചേട്ടൻ മലക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ മോള് അവിടെ ഈ നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. കറിവേപ്പിലയും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചു. അങ്ങനെ ഓരോരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. സാമ്പാറും അങ്ങനെ അതിനുള്ള മലക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പിന്നെ മോൾക്ക് മാർക്കൊക്കെ മേടിച്ചതിന് ചെറിയൊരു മൊമൻറ്റോ ഒക്കെ കിട്ടിയിരുന്നു. അതൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് SNDP ശാഖയിൽ നിന്ന് കേട്ടോ. അപ്പോൾ അക്കു വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അക്കുവിനുള്ള ചൂര മേടിച്ചായിരുന്നു, കുഞ്ഞു ചൂര. അപ്പോൾ അത് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് മണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, സ്വസ്ഥതയില്ലാത്ത വിളിയാണ്. അപ്പം നമ്മളാ ആരായിരുന്നു, സ്വപ്ന ടീച്ചർ. സ്വപ്ന ടീച്ചർ ചക്കയെ തിരക്കി കേട്ടോ. അപ്പോൾ ചക്കയെ കൊടുത്തായിരുന്നു, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടു കാണില്ലായിരിക്കും ഇല്ലേ. ചക്കയെ കൊടുത്തു. കാര്യം രണ്ടുപേരെയും കൂടെ നോക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ രണ്ടുപേരെ നോക്കുമ്പോൾ ഫുഡിൻ്റെ കാര്യവും എല്ലാം ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു പ്രശ്നമായിട്ട് വന്നപ്പോൾ അവൾ സ്വസ്ഥമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചക്കി കൊടുത്തു. ചക്കി പിന്നെ തുള്ളിച്ചാട്ടോ, നമ്മളില്ലാത്തപ്പോഴും ഈ ആശുപത്രി 10 ദിവസം കിടന്നപ്പം ചക്കയ്ക്ക് പാടാണ്. അതിന് മുന്നേ കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അതാണ് ചക്കയുടെ വിശേഷം. അപ്പോഴാ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സാമ്പാറിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പം നല്ല കട്ട ചമ്മന്തി ഉണ്ടല്ലോ, പച്ചമുളക് വെച്ചരയ്ക്കുന്നത്. ഞാൻ പച്ചയെന്ന് പറയാൻ വന്നതാണ് കേട്ടോ. അതാണ് വെക്കുന്നത്. അതാണ് ഇവിടെ താല്പര്യം കേട്ടോ. എല്ലാവർക്കും മസാല ദോശ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ചമുളകും ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയുടെ ചേർക്കും കേട്ടോ ഈ ചമ്മന്തിക്കകത്ത്. അപ്പോഴത്തെ മോള് പിന്നെ ഏത് കറി വെച്ചാലും നമ്മൾ തക്കാളി ചേർക്കും. അങ്ങനെ തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മല്ലിയില എനിക്ക് നല്ല അരിഞ്ഞ് അടച്ചിട്ട് വെക്കാമെങ്കിൽ നല്ലപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിലയും ഇപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതാകുമ്പോഴും നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എടുത്ത് കഴുകാൻ നിൽക്കണം. ഇത് പിന്നെ നാടൻ കറിവേപ്പിലയായിരുന്നു, എന്നാലും ഒന്ന് കഴുകി വൃത്തിയാക്കി ഡപ്പയ്ക്കകത്തിട്ട് അടച്ചു വയ്ക്കും. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പം കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചു. പിന്നെ അതെല്ലാം ഉടച്ചു, അതിൻ്റെ ഇടയ്ക്ക് പൊടിയൊക്കെ ചേർത്തു. ഇതൊന്നും ആർക്കും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ഓരോ കാര്യങ്ങളായിട്ട് വരുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് കിഴങ്ങ് തൊലിച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ അക്കു ചാടി രക്ഷപ്പെട്ട് അകത്തോട്ട് കയറാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അവിടെ ജനലുണ്ട്. അപ്പോൾ ജനലിൽ കൂടെ ചാടി വാഷിംഗ് മെഷീനിൽ ചാടിയിട്ട് അകത്തോട്ട് പോകാനാണ്. ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, അവന് ഒരു സ്വസ്ഥതയില്ല നമ്മൾ അടുക്കളയിൽ ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അധികം ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ അവിടെ അങ്ങ് കിടന്നുള്ളൂ, അതുകൊണ്ട് വലിയ. പക്ഷേ ചക്കി അങ്ങനെയല്ല. ചക്കിക്ക് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചാട്ടമാണ്. അപ്പോൾ നമുക്ക് അടുക്കള അറിയാലോ എല്ലാവർക്കും. പുഴുതി അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്ക് ചക്കി ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടല്ല, പക്ഷേ ചക്കി കൊടുത്ത കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴേ ചക്കി കൂട്ടി കിടക്കത്തില്ല. ഇവൻ പിന്നെ ആരും ഇല്ലെങ്കിൽ അനങ്ങാതെ കിടന്നോളൂ. ചക്കിയാണെങ്കിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ കൈ പിടിച്ചില്ല, ഇങ്ങനെ വലിച്ച് കൈ വലിഞ്ഞു പോയി, നമ്മളെ ഗേറ്റ് തുറക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ടാണ് ചക്കി കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു കാഴ്ച, കുറേ ഉറുമ്പുകൾ ചേർന്നിട്ടേ ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. മാറി മാറി പിടിച്ചുകൊണ്ട് പോവുക എന്ന് വെച്ചാൽ കുറേ 4 പേര് പിടിച്ച് 5 പേര് പിടിച്ച് പിന്നെ അവർ മാറിയിട്ട് അടുത്ത ആൾ പിടിക്കുന്നത്, അതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ആ മകളുടെ ദോശ ചുടലൊക്കെ തുടങ്ങി. അവർ കണ്ട ഓരോരുത്തർ മാറി മാറി പിടിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് കണ്ടപ്പോൾ അങ്ങ് രസം തോന്നി കേട്ടോ. കറുത്തുറുമ്പായിരുന്നു. അങ്ങനെ മകളുടെ ദോശ ചുടൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് SNDPയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, കുടുംബസംഗമവും ഒക്കെ ആയിട്ട്. അത് പിന്നെ ഞായറാഴ്ചയുടെ അന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും മോളോടെ പോവുകയാണ് അവിടെ. പിന്നെ SNDPയുടെ അവരുടെ അടുത്ത് എനിക്ക് നന്ദിയും കൂടെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതാ സിന്ധുജ ഒരുങ്ങി വന്നപ്പം സാരി പല വഴിക്ക് നിൽക്കുന്നുണ്ട്. മോൾ പിന്നെ പിടിച്ച് ഒതുക്കി കൊടുക്കും. എനിക്ക് കിടന്നു പിന്നെ കുനിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു മോൾ പിടിച്ചത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെയാണ്. അങ്ങനെ SNDP ശാഖയുടെ നന്ദി എന്ന് പറയാൻ, എനിക്ക് എൻ്റെ സർജറിക്ക് അവർ ഒരുപാട് സഹായം ചെയ്തു കേട്ടോ, അടുത്ത ഭാരവാഹികളൊക്കെ. അപ്പോൾ അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊന്നുമില്ലാതെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് എവിടുന്നെങ്കിലും സഹായം ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ. അപ്പം ഗാനമേള ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ എല്ലാത്തിനും ജയിച്ചവർക്കൊക്കെ എന്താ പറയുന്ന പ്രോത്സാഹന സമ്മാനവും പിന്നെ കൂടുതൽ മാർക്ക് പിടിച്ച് അങ്ങനെ ക്യാഷ് പ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാരവാഹികളാണ് ഇതൊക്കെ. എനിക്ക് എല്ലാവരുടെ പേരൊന്നും അറിഞ്ഞുകൂടാ, എങ്കിലും കുറേയൊക്കെ അറിയാം. അപ്പം ഇവരെയാണ് നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊരു കുടുംബം എന്താ പറയുന്നുള്ളത് ഒരു നല്ലതല്ലേ. അപ്പോഴാ നമുക്ക് കിട്ടിയൊരു മൊമെൻ്റാണ് കേട്ടോ. അപ്പോഴത്തേക്കും സിന്ധുജയും ഞാനും അങ്ങനെ ഞങ്ങളെല്ലാം, പിന്നെ അവിടെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല പരിപാടികളായിരുന്നു, ഗാനമേള, പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് സമയം അടിച്ച് പൊളിച്ച് കുറേ പേരെ കാണാനൊക്കെ പറ്റി. അങ്ങനെ കുഞ്ഞു മക്കളുടെ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഒരു പാട്ട് ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ, അപ്പം തന്നെ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാട്ടോ ഞാൻ പാട്ടൊന്നും ഉൾപ്പെടുത്താത്തത്. നല്ല ഭംഗിയായിട്ട് കളിച്ചു കേട്ടോ മക്കൾ. ഇത് നമ്മുടെ സ്വന്തക്കാരെ കുഞ്ഞുങ്ങൾ തന്നെ കേട്ടോ. അങ്ങനെ ഇതാ ഒരു മോളും ഒരു അണ്ണനും ഒക്കെ പാട്ട് പാടി. അണ്ണനാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഒരു പരിപാടി ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ നിന്ന് തന്നെ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ
എന്തുമായിരുന്നു അതിനകത്തിട്ട് അൽബൂരി ഇട്ട് കഴിക്കുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഗാനമേള, അങ്ങനെ പല പരിപാടികൾ കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിപ്പ്. അങ്ങനെ പത്തിരിറച്ചിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ടാണ് കാപ്പി, അവിടെ കാറ്റുമാണ് കേട്ടോ, ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അടിച്ച് പൊളിച്ചിട്ടൊക്കെ വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഞായറാഴ്ചത്തെ കാര്യങ്ങൾ. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും, സന്തോഷമായിരുന്നു. മോൾക്കൊരു മൊമെൻ്റ് കിട്ടിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ കൊണ്ട് കാണിക്കുകയാണ്, അച്ഛനും സന്തോഷമായി. അങ്ങനെ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പിന്നെ തലേന്ന് വീഡിയോ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കേ, ബൈ.